2023 താരീഖിന്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുത്ത ശേഷം ഹലീമ ബീവിക്ക് ഡാഷ് ഷാം, അബവാ, ബക്ക, ജുർഹും വലിയ നിഅമത്തുകൾ ഉണ്ടായി ഹുവൈലിദ്. അപ്പോൾ നബി തങ്ങളെ ഏറ്റെടുത്തതിന് ശേഷം ഹലീമ ബീവിക്ക് എന്താ ഉണ്ടായത്? വലിയ നിഅമത്തുകൾ ഉണ്ടായി. അടുത്തത്, ഇസ്മായിൽ അലൈഹിസ്സലാം വിവാഹം കഴിച്ച ഗോത്രം ഏത് ഗോത്രാണ്? ജുർഹും. അടുത്തത്, മക്കയുടെ ഉപനാമം അതെല്ലാവർക്കും അറിയാം, ബക്ക. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവിന് രോഗം ബാധിച്ച സ്ഥലം അബവാ. അടുത്തത്, സിറിയയുടെ മറ്റൊരു പേരെന്ത്? എന്താണ്? ഷാം. അടുത്തത്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവ് ആരാണ്? ഖദീജ ബീവിന്റെ ഉപ്പാന്റെ പേര് ഹുവൈലിദ്. അടുത്തത്, 2 വീതം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കൾ, ഞാൻ പറഞ്ഞില്ലേ മക്കളെ പേര് എന്തായാലും എല്ലാവരും പഠിക്കണം. 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളുള്ളത്. സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ. അതിൽ 2 ആളെ പേര് എഴുതിയാൽ മതി. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകനായ അബ്ദുള്ളയുടെ ഉപനാമം. നമ്മൾ 2024 ആ ചോദ്യം കണ്ടു അല്ലേ? എന്തൊക്കെയാണ് ആ ഉപനാമങ്ങൾ? ത്വയ്യിബ്, ത്വാഹിർ. എങ്ങനെ എഴുതുക നോക്കുക. ത്വ ആണ്, രണ്ടും ത്വ ആണ് കേട്ടോ. ത്വയ്യിബ്, ത്വാഹിർ. അടുത്ത ചോദ്യം, ചെറുപ്പം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട്ടുനിന്ന കാര്യങ്ങൾ. അക്രമം, അനീതി, ബിംബാരാധന. അക്രമം എങ്ങനെ എഴുതുക, അനീതി എങ്ങനെ എഴുതുക, എഴുത്ത് തെറ്റിക്കരുത്. അടുത്ത്, ഹബശയിലേക്ക് ഹിജറ പോയ 2ാം യാത്രയിലെ പ്രധാനികൾ. അപ്പോൾ ആ ഹബശയിലേക്ക് യാത്ര പോയ 2ാം യാത്രയിൽ പോയ ആളുകളുടെ പ്രധാനപ്പെട്ട ആളുകളുടെ പേര് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഭാര്യ അസ്മാ ബീവി. അപ്പോൾ നിങ്ങൾ ഒരു ഭർത്താവിൻ്റെ ഒരു ഭാര്യൻ്റെ പേര് പഠിച്ചാൽ മതി. അപ്പോൾ തന്നെ 2 ആയല്ലോ. ജാഫർ റളിയല്ലാഹു അൻഹു, അസ്മാ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, റുഖയ്യ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഭാര്യ റുഖയ്യ ബീവി. സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ 1ാം യാത്രയിൽ പോയ ആളുകളുടെ പ്രധാനപ്പെട്ട ആളുകളുടെ പേര് ഇവിടെ ഉണ്ട്, അതും പഠിച്ചു വെക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകനായ ചെറുപ്പം മുതൽ അടുത്ത് വ്യക്തമാക്കാം. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം. കണ്ടോ ആ ചോദ്യം ആവർത്തിച്ച് വരുന്നു. നുബുവത്തിന്റെ 2ാം വർഷം. ഉമർ റളിയല്ലാഹു അൻഹു 6ാം വർഷം. ഉമർ റളിയല്ലാഹു അൻഹു 6ാം വർഷം. അതാ അടുത്ത ചോദ്യം അതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം 6ാം വർഷം. ഇത് ഹിജ്റ 2ാം വർഷം. 2 മാർക്കാണ് ഒന്നിന്. അടുത്ത ചോദ്യം, ഹബശയിലേക്ക് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച വർഷം എത്രയാണ്? ഹിജ്റ 5ാം വർഷം. ഇത് നുബുവത്തിന്റെ 5ാം വർഷമായിരുന്നു. നുബുവത്തിന്റെ 5ാം വർഷം. നുബുവത്തിന്റെ 5ാം വർഷം കേട്ടോ, ഓർത്തു വെക്കുക. ഹിജ്റന്റെ അല്ല, നുബുവത്തിന്റെ 5ാം വർഷം. അങ്ങനെ തന്നെ എഴുതണം. നുബുവത്തിന്റെ 5ാം വർഷം തന്നെ എഴുതണം. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകനായ ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ് എന്താണ്? മാരിയത്തുൽ ഖിബ്തിയ. എല്ലാവർക്കും അറിയാം അല്ലേ? മാരിയത്തുൽ ഖിബ്തിയ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മാരിയത്തുൽ ഖിബ്തിയ എഴുതുമ്പോൾ എല്ലാവരും തെറ്റിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. മാരിയ, യാവിന് ശബ്ദുണ്ട്. പിന്നെ ഇവിടെ ഹാത്ത ആണ്. മാരിയത്തുൽ ഖിബ്തിയ, ഖാഫാണ്, പുള്ളിയുള്ള ഖാഫ്. ഖിബ്തിയ്യത്ത്, അവസാനം ഹാത്ത ഉണ്ട്. മാരിയത്തുൽ ഖിബ്തിയ്യത്ത്. അടുത്ത ചോദ്യം, ഇഖ്റ എന്ന ആജ്ഞയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു? മാ അന ബിഖാരിൻ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി വഫാത്തായത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞിട്ടാണ് ഫാത്തിമ ബീവി വഫാത്തായത്. അടുത്തത്, ഖദീജ ബീവി ത്വാഹിറ എന്ന പേര് അറിയപ്പെടാൻ കാരണം എന്ത്? ഖദീജ ബീവിയുടെ വിശുദ്ധി കാരണം ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പൊ എന്താണ് ഖദീജ ബീവിയുടെ വിശുദ്ധി കാരണം? എന്താ കാരണം? ഖദീജ ബീവിയുടെ വിശുദ്ധി കാരണം. അടുത്ത ചോദ്യം, ഖദീജ ബീവിയുടെ സേവകന്റെ പേരെന്ത്? അപ്പോൾ പലപ്പോഴും ആലോചിച്ചാൽ കിട്ടാത്തൊരു ചോദ്യമാണിത് അല്ലേ? ഖദീജ ബീവിയുടെ സേവകന്റെ പേര് ആരും ശ്രദ്ധിക്കൂല. എന്താണ്? മൈസറത്ത്. ആരാണ്? മൈസറത്ത്. മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ ഇതേപോലെ, ഹലീമ ബീവിന്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ. നബി തങ്ങൾ മുല കുടിക്കുമ്പോൾ തന്നെ ഹലീമ ബീവിക്ക് ഒരു കുട്ടി ഉണ്ട്. ആ കുട്ടിന്റെ പേരെന്തായിരുന്നു? ഓർമ്മ ഉണ്ടെല്ലാവർക്കും? ലംറത്ത് അല്ലേ? അത് ഓർമ്മ ഉണ്ടാവണം. അടുത്ത പൂർത്തിയാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബൽ നൂറിലെ ഹിറാ ഗുഹയിലായിരിക്കെ
ജിബ്രീൽ അലൈഹിസ്സലാം ഡാഷ്. അപ്പോ ഇവിടെ ചോദ്യം ഇതാണ്, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ഡാഷ് എന്താ വഹ്യുമായി പ്രത്യക്ഷപ്പെട്ടു. ഇത് ശ്രദ്ധിക്കണം. എങ്ങനെ വഹ്യ് എങ്ങനെ എഴുതുക? വഹ്യുമായി പ്രത്യക്ഷപ്പെട്ടു എങ്ങനെ എഴുതുക ശ്രദ്ധിക്കുക. പ്രത്യക്ഷപ്പെട്ടു. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ നൂറിലെ അടുത്ത് പൂർവ്വവേദങ്ങൾ പഠിച്ച പണ്ഡിതനായിരുന്നു ആര്? പൂർവ്വവേദം പഠിച്ച പണ്ഡിതൻ ആരായിരുന്നു? വറഖത്ത് ബിനു നൗഫൽ. അത് ഈ പാഠത്തിൽ തന്നെ പഠിക്കുന്നത് അല്ലേ? അല്ല, ഈ പാഠത്തിലല്ല, അടുത്ത പാഠത്തില്. ഇതാ വറഖത്ത് ബിനു നൗഫൽ. എങ്ങനെ എഴുതാൻ ശ്രദ്ധിക്കുക, വറഖത്ത് ബിനു നൗഫൽ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഖദീജ ബീവി വഫാത്താകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. 2 മാർക്ക്. 42 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു. എങ്ങനെ എഴുതാൻ ശ്രദ്ധിക്കുക. ക്ഷണത്തിലായിരുന്നു. ആരും സ്പെല്ലിങ് തെറ്റിക്കരുത് കേട്ടോ. അടുത്ത ചോദ്യം, ഇത് പറഞ്ഞത് ആരാണ്? ഒന്നാമത്തെ ചോദ്യം, ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് 7-ാം പാഠത്തു നിന്നുള്ള ചോദ്യമാണ്. അതാ നസ്തൂറ എന്ന പുരോഹിതൻ പറഞ്ഞു, ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല. ഇവിടെ പരീക്ഷയ്ക്ക് തിരിച്ചും ചോദിക്കാറുണ്ട്, നസ്തൂറ പറഞ്ഞത് എന്താണ്, അങ്ങനെ ചോദിക്കും. ഇവിടെ പറഞ്ഞത് തന്നിട്ട് ഇതാര് പറഞ്ഞു എന്നാണ് ചോദിച്ചത്. അതേപോലെ ബഹീർ എന്താ പറഞ്ഞത്, അതും കൂടി ഇതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. എന്താണ് ബഹീറ പറഞ്ഞത്? കുട്ടിയെ സൂക്ഷിക്കണം, യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇതാരാ പറഞ്ഞത്? ബഹീറയാണ് പറഞ്ഞത്. യഹൂദി പണ്ഡിതൻ പറഞ്ഞത് നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി അടുത്ത ചോദ്യം, അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവിടുകയില്ല. ഇതാരാ പറഞ്ഞത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഖദീജ ബീവിയാണ് പറഞ്ഞത് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇതാണ് 2023 ചോദ്യപേപ്പർ.